രാജ്യമായ കോങ്കോയിൽ എംപോക്സ് അഥവാ മങ്കി പോക്സ് പടർന്നു പിടിക്കുന്നത് ആശങ്കയുണ്ടാക്കുന്നു. 10,000-ലധികം പേർക്കാണ് അസുഖം ബാധിച്ചിരിക്കുന്നത്. 511 പേർ അസുഖം ബാധിച്ച് മരിച്ചതായും സ്ഥിരീകരണമുണ്ട്. എംപോക്സ് വൈറസിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ലോകാരോഗ്യ സംഘടനയും മുന്നറിയിപ്പ് നൽകി. കോങ്കോയുടെ അയൽ രാജ്യങ്ങളായ കെനിയ, റുവാണ്ട, ഉഗാണ്ട എന്നിവിടങ്ങളിലേക്കും രോഗവ്യാപനമുണ്ട്. വൈറസിന്റെ ഏറ്റവും മാരകമായ വകഭേദം കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ വ്യക്തികളെ ബാധിക്കുന്നുണ്ട്. ആഫ്രിക്കയ്ക്കകത്തും പുറത്തും കൂടുതൽ വ്യാപനത്തിനുള്ള സാധ്യത കണക്കിലെടുത്ത് WHO അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടതുണ്ടോ എന്ന് സംബന്ധിച്ച് ലോകാരോഗ്യ സംഘടന ചർച്ചകൾ നടത്തും. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക എന്നാൽ ലോകാരോഗ്യ സംഘടനയുടെ ഏറ്റവും വലിയ ജാഗ്രതാ നിർദ്ദേശമാണത്. H1N1 പോളിയോ വൈറസ്, സിക്ക വൈറസ്, എബോള, കോവിഡ്, എംപോക്സ് എന്നിവയ്ക്കാണ് ഇതുവരെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആഫ്രിക്കൻ യൂണിയന്റെ ആരോഗ്യ ഏജൻസിയായ ആഫ്രിക്ക സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷനുമായി സഹകരിച്ച എംപോക്സ് വൈറസ് പകരുന്നത് തടയാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു. ഈ വർഷം ആദ്യം മുതൽ ദക്ഷിണാഫ്രിക്കയിലുടനീളം 14,250 മങ്കി പോക്സ് കേസുകൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ 96% കോങ്കോ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ്. 70-ലധികം രാജ്യങ്ങളിലേക്ക് പടർന്നതിനെ തുടർന്ന് 2022 ലോകാരോഗ്യ സംഘടന എംപോക്സ് ആഗോള അടിയന്തരാവസ്ഥയെ പ്രഖ്യാപിച്ചിരുന്നു. എന്താണ് മങ്കി പോക്സ് വൈറസ്? മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് വൈറസ് വഴി പകരുന്ന ഒരു രോഗമാണ് മങ്കി പോക്സ്. 2 മുതൽ 4 ആഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ഒരു പകർച്ചവ്യാധിയാണിത്. അണുബാധയ്ക്ക് ശേഷം 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകാൻ തുടങ്ങും. തീവ്രത കുറവാണെങ്കിലും 1980-ൽ ലോകത്ത് നിന്നും തുടച്ചു നീക്കപ്പെട്ടതായി പ്രഖ്യാപിച്ച വസൂരിയുടെ ലക്ഷണങ്ങളുമായി മങ്കി പോക്സിന്റെ ലക്ഷണങ്ങൾക്ക് ഏറെ സാദൃശ്യമുണ്ട്. 1958-ലാണ് ആദ്യമായി കുരങ്ങുകളിൽ രോഗം സ്ഥിരീകരിച്ചത്. കോങ്കോയിൽ 9 വയസ്സുള്ള ആൺകുട്ടിയിലാണ് മനുഷ്യരിൽ മങ്കി പോക്സ് ആദ്യമായി കണ്ടെത്തിയത്. രോഗം ബാധിച്ച മൃഗങ്ങളുടെ രക്തം, ശരീരസ്രവങ്ങൾ എന്നിവ വഴി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് മങ്കി പോക്സ് പകരാം. വനമേഖലയിലോ സമീപത്തോ താമസിക്കുന്ന ആളുകൾക്ക് രോഗബാധിതരായ മൃഗങ്ങളുമായുള്ള സമ്പർക്കമുണ്ടായാൽ രോഗബാധയുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. രോഗബാധിതനായ ഒരാളുടെ ശ്വാസകോശ സ്രവങ്ങളുമായുള്ള അടുത്ത സമ്പർക്കത്തിലൂടെയാണ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് ഈ രോഗം പകരുന്നത്. ന്യൂമോണിയ, ഛർദി, ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ട്, കാഴ്ച നഷ്ടപ്പെടുന്ന കോർണിയ അണുബാധ തുടങ്ങിയവ ഉൾപ്പെടെയുള്ള ആരോഗ്യ സങ്കീർണതകൾക്ക് എംപോക്സ് വൈറസ് കാരണമാകും. മസ്തിഷ്കം, ഹൃദയം, മലാശയം എന്നിവയുടെ വീക്കത്തിനും ഇത് കാരണമായേക്കും. HIV-യും പ്രതിരോധ ശക്തി കുറവുമുള്ള ആളുകൾക്കും എംപോക്സ് വൈറസ് കാരണം സങ്കീർണതകൾ ഉണ്ടാകാനുള്ള സാധ്യതയേറെയാണ്. ക്ഷതങ്ങൾ, ശരീരസ്രവങ്ങൾ, ശ്വസനത്തുള്ളികൾ, കിടക്ക പോലുള്ള വസ്തുക്കൾ എന്നിവയുമായുള്ള അടുത്ത സമ്പർക്കം, രോഗം ബാധിച്ചയാളുമായുള്ള ലൈംഗിക ബന്ധം എന്നിവയിലൂടെയാണ് മങ്കി പോക്സ് വൈറസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തുന്നത്. പ്ലാസന്റ് വഴി അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്കോ അല്ലെങ്കിൽ ജനന സമയത്തോ അതിനുശേഷമോ കുഞ്ഞുമായുള്ള അടുത്ത സമ്പർക്കത്തിലൂടെയും രോഗം പകരാം. ലോകമെമ്പാടും വസൂരിക്കുള്ള വാക്സിനേഷൻ നിർത്തലാക്കിയതിനാൽ പൊതുജനങ്ങളിൽ വസൂരിക്കെതിരെയുള്ള പ്രതിരോധശേഷി കുറയുന്നത് മങ്കി പോക്സിനെതിരെയുള്ള പ്രതിരോധശേഷി കുറയ്ക്കുന്നതിനും കാരണമായേക്കാം.